ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന. നാശത്തിലായോരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന. നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഹല്ലേലൂയ. എത്ര ദൂരം നമ്മൾ ഓടിയോ അത്രയും നേരവും ദൈവം എന്ത് ചെയ്തു? കാത്തു നിന്നു. എത്രത്തോളം നമ്മൾ വേഗത്തിൽ ഫാസ്റ്റായിട്ട് ഓടിയോ അത്രത്തോളം നമ്മളെ കാത്തു നിന്നു. എവിടെയൊക്കെ ഓടിയോ അപ്പോഴും യേശു കാത്തു നിന്ന്. എന്തിനു വേണ്ടി? എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ വീണ്ടും തിരഞ്ഞെടുക്കുക. ആ കർത്താവ് ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ 4 സ്ഥലങ്ങളിൽ വിത്ത് വീണ നമുക്ക് ഉപമ എല്ലാവർക്കും അറിയാം. ഞാനത് എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ആ വിത്തിൻ്റെ ഉപമ അറിഞ്ഞൂടാത്ത ആരും നമ്മുടെ സഭയിലില്ല. ഒരുപാട് പ്രാവശ്യം ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് ആ വിത്തിൻ്റെ ഉപമ. അതിനകത്ത് 4 സ്ഥലത്ത് വിത്ത് വീണു. പക്ഷേ 3 സ്ഥലത്ത് വീണതും 4 സ്ഥലത്ത് വീണതും ഒറ്റ വിത്താണ്. പക്ഷേ സ്തോത്രം, 3 സ്ഥലത്ത് വീണ അതേ വിത്ത് തന്നെയാണ് 4-ാം സ്ഥലത്ത് വീണത്. പക്ഷെ 4-ാമത്തെ സ്ഥലത്ത് വീണ വിത്ത് അത് കിളിർത്തു, മുളച്ചു, ഫലം കായ്ച്ചു, 30ഉം 60ഉം 100 മേനിയായി മാറി. അപ്പോൾ നമ്മളെല്ലാവരും വചനം കേൾക്കുന്നെങ്കിലും ഈ വചനമാകുന്ന വിത്ത് നല്ല നിലത്തിൽ വീഴുമ്പോൾ, നല്ല നിലമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ തന്നെ സമർപ്പിച്ചാണ് ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ആ വചനം എൻ്റെ അകത്ത് വീഴും. ആ വചനം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നൂല. ആ വചനം എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നും. ആ വചനം സംസാരിക്കുമ്പോൾ എന്നെ കുത്തിപ്പറയുന്നതായിട്ട് തോന്നൂല. എന്നോട് എൻ്റെ ദൈവത്തിനുള്ള ഇഷ്ടം കൊണ്ട്
എന്നോട് സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നല്ല നിലത്തിൻ്റെ പ്രത്യേകത. നല്ല നിലത്തിൻ്റെ പ്രത്യേകത ഒരുക്കപ്പെട്ടതാണ്. നല്ല നിലത്തിൻ്റെ പ്രത്യേകത സ്വീകരിക്കുന്നതാണ്. നല്ല നിലത്തിൻ്റെ പ്രത്യേകത ഇനി ഞാൻ എവിടെ ഉടയാനുണ്ടോ അവിടെ ഞാൻ ഉടയാൻ ഒരുക്കമാണെന്ന് പറയുന്നതാണ് നല്ല നിലം. സ്തോത്രം. എവിടെ ഞാൻ ഇനി ചാകാനുണ്ടോ അവിടെ ചാകാൻ ഞാൻ ഒരുക്കമാണെന്ന് ഉറപ്പിക്കുന്നതാണ് നല്ല നിലം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല നിലത്തിന് പ്രത്യേകത ഉണ്ട്. അത് വിട്ടുകൊടുക്കുന്നതാണ് നല്ല നിലം. ചാകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല നിലം. നല്ല നിലം വചനം കേൾക്കുമ്പോൾ അയ്യോ എന്നോടാണ് സംസാരിക്കുന്നത്, എൻ്റെ കുറവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ കുറവല്ല, ഇത് എൻ്റെ കുറവാണ്. ഇതിനകത്തുനിന്ന് എനിക്ക് മടങ്ങി വരണം. ഈ തെറ്റ് എൻ്റെ ഭാഗത്ത് ഇനി വരാൻ പാടില്ല. ഇനി എൻ്റെ ദൈവത്തെ സങ്കടപ്പെടുത്താൻ പാടില്ല. ഈ സ്തോത്രം ഇതാണ് നല്ല നിലം. നല്ല നിലം വചനം കേൾക്കുമ്പോൾ സ്തോത്രം. ഒന്നാമത്തെ പ്രസംഗം നമ്മൾ കേൾക്കാനിടയായിരുന്നു. ആ പ്രസംഗത്തിൽ 3 കാര്യം ആദ്യം പറഞ്ഞിട്ട് ഈ 3 കാര്യം ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ 4ാമത്തെ കാര്യം ദൈവം തരുമെന്ന് ആഴമായി 5ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേൾക്കാനിടയായിരുന്നു. പക്ഷെ ആ 3 കാര്യം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ അതേ കർത്താവേ അത് എന്നോടാണ് സംസാരിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ആ 4ാമത്തെ കാര്യവും ദൈവം ശക്തനാണ്, ദൈവം ചെയ്യാൻ ശക്തനാണ്, ദൈവം തരാൻ ശക്തനാണ്, ദൈവം ഉറപ്പുള്ളവനാണ്. പക്ഷെ ആ 3 തള്ളിക്കളഞ്ഞിട്ട് 4ാമത്തെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ കിട്ടുമായിരിക്കും. ആ 4ാമത്തെ കാര്യം ഒരുപക്ഷെ കിട്ടുമായിരിക്കും. പക്ഷെ കിട്ടേണ്ട നിത്യതയോ കിട്ടേണ്ട യേശുവിനെയോ കിട്ടേണ്ട യേശുവിൻ്റെ സ്വഭാവമോ നമ്മുടെ അകത്ത് വരത്തില്ല. നമ്മുടെ അകത്ത് ഒരു മാറ്റവും വരികയില്ല. എന്നാൽ ഇന്ന് നല്ല നിലം പറയുന്നത് യേശുവേ എൻ്റെ അകത്ത് ഓരോ ദിവസവും മാറണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച കണ്ട ആളായിരിക്കൽ ഇന്ന്, എൻ്റെ കർത്താവ് ഇന്ന് കാണുന്ന ആളായിരിക്കൽ നാളെ എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല എൻ്റെ അർത്ഥം. എൻ്റെ സ്വഭാവത്തിനകത്തൊരു മാറ്റം വരണം, എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരണം. കഴിഞ്ഞ നാളുകൾ ചെയ്തത് ഇനി എനിക്ക് വരല്ലേ, എൻ്റെ ജീവിതത്തിനകത്ത് വരല്ലേ. എന്നോട് എന്താണോ സംസാരിക്കുന്നത് അത് എൻ്റെ ദൈവമേ അതിന് ഞാൻ ഏറ്റെടുക്കാൻ, അതിന് ഞാൻ വിട്ടുകൊടുക്കുവാൻ, സ്തോത്രം ഹല്ലേലൂയ, വിട്ടുകൊടുക്കുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പും ഒരു പ്രാർത്ഥനയും ഒരു തീരുമാനവും എൻ്റെ അകത്ത് സ്തോത്രം കിളിർത്ത് വന്നില്ലെങ്കിൽ സഹോദരങ്ങളെ വചനം കേൾക്കാം. സ്തോത്രം. ഈ 3 നിലത്തും വീണതുപോലെ വചനം കേട്ടു, പള്ളി പോയി, സ്തോത്രം ആരാധിച്ചു, വചനം കേട്ടു പോയി, എല്ലാം ചെയ്തു. കഴിഞ്ഞ ദിവസം സ്തോത്രം ഹല്ലേലൂയ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, സ്തോത്രം നിങ്ങൾ എങ്ങനെ അത് അർത്ഥമാക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർ ഇന്ന് ചിന്തിക്കുന്നത് നല്ലൊരു അടക്ക ശുശ്രൂഷയാണ് ചിന്തിക്കുന്നത്. അയ്യോ സ്തോത്രം, എനിക്ക് നല്ലൊരു അടക്കം കിട്ടണമെങ്കിൽ ഞാൻ ഇന്ന പള്ളിയിൽ പോയാലേ നല്ലൊരു അടക്കം കിട്ടും. അവരാകുമ്പോൾ 1-2 മണിക്കൂർ നിന്ന് പാടും, പിന്നെ പാടിയിട്ട് ഒരുപാട് പേര് കേട്ട ആൾക്കാർ വന്ന് പ്രസംഗിക്കും, അവർ അതിൻ്റേതായ രീതിയിൽ അടക്കം ചെയ്യും, പിന്നെ വന്ന് കല്ലറയിൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കും, പിന്നെ അത് വർഷം തോറും വന്ന് കല്ലറയിൽ പ്രാർത്ഥിക്കും, എനിക്ക് മെഴുകുതിരി കത്തിക്കും. ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. എല്ലാവരുമല്ല, ചിലര്. ഞാൻ പറയാം സ്തോത്രം, ഒരു മനുഷ്യൻ പോലും ഒരാളിനെ അടക്കം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടക്കം ചെയ്യേണ്ടെന്നല്ല, അടക്കം ചെയ്യണം. പക്ഷെ അടക്കം ചെയ്യാൻ പറ്റാതെ വന്നാലും കുഴപ്പമില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടി യേശുവിനായി ജീവിച്ചില്ലെങ്കിൽ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നല്ല രീതിയിലുള്ള ശുശ്രൂഷ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഹല്ലേലൂയ 100 ആൾക്കാർ വന്ന് ഒരു വളയിരുന്ന് പാടി നല്ല രീതിയിൽ പാടി ഒരാഴ്ച മുഴുവനും പാടിയെന്ന് പറഞ്ഞാലും പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും നല്ല ആദരവ് പറഞ്ഞെന്ന് പറഞ്ഞാലും അയ്യോ നല്ല അനുശോചനം രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാലും സ്തോത്രം, നിങ്ങൾ ആരും തെറ്റിപ്പോകരുതേ, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാലും, ഒരാഴ്ച കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, ഒരാഴ്ച കഴിഞ്ഞ് കുറേ മെഴുകുതിരി വെച്ചു, ശാമ്പ്രാണത്തിരി വെച്ചു, കല്ലറയെല്ലാം കെട്ടി നല്ല രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞാലും, ഇനി കേട്ടോ ആഴ്ചയിലൊരിക്കൽ അവിടെ പൂജ നടത്തിയെന്ന് പറഞ്ഞാലും, വർഷത്തിലൊരിക്കൽ പ്രാർത്ഥന നടത്തിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിഗ്രഹാരാധനയാണ്. പക്ഷേ ഇതൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും ഞാൻ പറയാം ഈ വ്യക്തി സ്വർഗത്തിലല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവിച്ചിരുന്ന പാര കണ്ടില്ല, യേശുവിനെ കണ്ടുമില്ല, ആ കർത്താവിൻ്റെ വചനത്തിലൂടെ അല്ല ജീവിച്ചത്. സ്വത്രം. പെന്തക്കോസ്തുകളിൽ വരുന്ന എല്ലാവരും സ്വർഗത്തിൽ പോവില്ല. യേശു ഉള്ളവർ മാത്രമേ പോകൂ. ആർക്കും വിഷമം വരല്ലേ, യേശു ഉള്ളവർ മാത്രമേ പോകൂ. ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും ഇതിൽ കൂടി കിടക്കുന്നവർ ചുരുക്കവുമാണ്. സ്തോത്രം. എല്ലാവരും ഓടും, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ഒരുവനേ ഉള്ളൂ, അവൻ എന്ത് ചെയ്യും? വിരുദ്ധ പ്രാപിക്കും. വചനം കേൾക്കുമ്പോൾ നല്ല നിലങ്ങളായി എന്നെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഞാൻ പറയാം 3 സ്ഥലത്തും വീണതുപോലെ അല്ല, ആ നല്ല നിലം അത് ഏറ്റെടുക്കും, ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചിട്ട് ആ വചനപ്രകാരം ആ കർത്താവിൻ്റെ മുന്നിലേക്ക് പോകും. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ സ്തോത്രം 17-ാം അധ്യായം വായിക്കുമ്പോൾ മർക്കോസിലുണ്ട് ആഴമായിട്ട് ആ വചനം. മർക്കോസ് നമുക്ക് നോക്കിയിട്ട് ലൂക്കോസിലേക്ക് പോകാം. മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം, മർക്കോസ് സുവിശേഷം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം, മർക്കോസ് സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ
സോറി 10-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. 10-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 17 മുതലുള്ള വാക്യങ്ങൾ. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കണ്ടോ, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല. അടുത്ത, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വരി, അവൻ അവനോട് ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കർത്താവേ ഗുരു, ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പ്രമാണിക്കുകയാണ്. അടുത്ത വരി, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കണ്ടോ, ഇത്രയും അവൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ യേശു ആരെ നോക്കി? ആ ആളിനെ നോക്കിയിട്ട് യേശു അവരെ സ്നേഹിച്ചു. അടുത്ത വരി, ഒരു കുറവ് നിനക്കുണ്ട്. എന്നിട്ട് പറഞ്ഞു, മക്കളെ എന്തുണ്ട്? യേശുവിൻ്റെ അടുത്ത് വന്നതാണോ യേശു അയാളുടെ അടുത്ത് പോയതാണോ? അയാള് യേശുവിൻ്റെ അടുക്കൽ വന്ന് കുറവ് ചോദിച്ചതാണ്. അയാള് യേശുവിൻ്റെ അടുക്കൽ വന്ന് കുറവ് ചോദിച്ചതാണ്. യേശു നമ്മളെ കുറവ് ഉണർത്തി തന്നാൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? അംഗീകരിക്കാറില്ല. യേശു നമ്മളെ കുറവുകൾ, മക്കളെ നീ പോകുന്ന ഭാഗം ശരിയല്ല എന്ന് കർത്താവ് ഒന്നേ നമ്മളോട് അടുത്ത് വന്ന് സംസാരിക്കും. അത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിലൂടെ സംസാരിക്കും. കർത്താവ് വചനത്തിലൂടെ സംസാരിക്കും. നമ്മൾ ഉടനെ ചിന്തിക്കും, എന്നെ കുത്തി തകർക്കാനാണ് ഇത് പറയുന്നത്. നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ തെക്കോട്ട് പോകണോ, വടക്കോട്ട് പോകണോ, കിഴക്കോട്ട് പോകണോ, പടിഞ്ഞാറോട്ട് പോകണോ, എവിടെ പോയാലും രക്ഷയില്ല. എവിടെ ഓടിയാലും എന്തില്ല? എത്ര ആകാശം മുട്ട ചാടിയാലും സമ്മാനം വാങ്ങിക്കാൻ എവിടെ വരണം? പറ, സമ്മാനം വാങ്ങാൻ എവിടെ വരണം? യേശുവിൻ്റെ മുമ്പിൽ വന്നേ തീരും. നമ്മൾ എത്ര, പക്ഷെ കുറേ ആൾക്കാർ ദൈവവചനം, സത്യ തിരുവചനം അനുസരിച്ച് ദൈവവചനം എന്നോട് എന്ത് പറയുമെന്ന് പറഞ്ഞാൽ നല്ല നിലത്തിൽ വീണ വിത്തിനെ പോലെ ആ നല്ല നില ഒരുക്കി കാത്ത് ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞാലും ആ നല്ല നിലമായി ഒരുക്കപ്പെടാൻ കാത്തിരിക്കാറുണ്ട്. പക്ഷേ സ്വത്രം ഒരു കൂട്ടം പേര് അങ്ങനെയല്ല. സ്വത്രം മറ്റ് ഈ വേളാങ്കണ്ണി മാതാവിനെ കണ്ടിട്ട് അടുത്ത് വർഗീസ് പുണ്യവണ്ണനെ കാണാൻ പോകും പോലെ, വർഗീസ് പുണ്യം അടുത്ത് അതുപോലെ ശിവനെ കണ്ടിട്ട് പാർവതി കാണാൻ പോകും പോലെ, പാർവതി കണ്ടിട്ട് അടുത്ത് മറ്റൊരു ദൈവത്തെ മാടൻ കോവിൽ പോകുന്നത് പോലെ, ഗണപതി കോവിൽ പോകുന്നത് പോലെ പെന്തക്കോസിലുള്ളവരും ഓരോന്നിനു വേണ്ടി വെപ്രാളം. ഇതുപോലെയുള്ള ഓട്ടമാണ്. അപ്പം ചിന്തിക്കണം, ദൈവമേ എൻ്റെ പാരമ്പര്യം എന്ത് ചെയ്തിട്ടില്ല? നമ്മളിത് പറഞ്ഞ് അംഗീകരിക്കാൻ പോണില്ല. ചിലപ്പോൾ ചിലർ ചിന്തിക്കുന്നത് ഇത് നെഗറ്റീവായിട്ടിരിക്കും. പക്ഷെ ശാലിനി സിസ്റ്റർ ഒരിക്കലും ആരെയും വിമർശിക്കാനോ, ഞാൻ പറയാം സത്യം സന്തമായി ഞാൻ പറയാം, ഈ പാരമ്പര്യത്തിൻ്റെ കെട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യം അറിഞ്ഞിട്ട് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഈ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആ യേശുവിലേക്ക് നോക്കി, എൻ്റെ ദൈവമേ, ജീവനും ഭക്തിക്കും വേണ്ടിയത് സത്യ തിരുവചനം, സത്യാരാധന, സത്യ ഉപദേശം എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിയും കൊഴിയത്തില്ല. എൻ്റെ കണ്ണീര് കാണുന്നൊരു ദൈവമുണ്ട്. യാബോക്കിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. യാക്കോവിന് മല്ല് പിടിക്കാൻ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. അവിടെ യാബോക്കിനകത്ത് യാക്കോവിന്റെ സ്ഥിതിയെ മാറ്റിയൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ സത്യ തിരുവചനം അനുസരിച്ച് എൻ്റെ അപ്പൻ എന്നോട് എന്ത് സംസാരിക്കും അതുപോലെ ഞാൻ ജീവിച്ച് ദൈവവചനപ്രകാരം ജീവിച്ച് വചനത്തിലൂടെ എന്നോട് എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നോട് എന്ത് സംസാരിക്കും. ഇനി എന്നെ നടത്തുന്ന ദൈവവേലക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് എതിർക്കുകയല്ല, പിന്നെയോ അതാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ അപ്പാ, ഞാൻ സറണ്ടർ ആകാൻ ഒരുക്കമാണെന്ന് ഒരു ദൈവ പൈതൽ വീണു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയാം ഒറ്റ രാത്രി കൊണ്ട് ആമേൻ ഒരു വടി എന്ത് ചെയ്തു, ഒറ്റ രാത്രി കൊണ്ട് കേൾപ്പിച്ചൊരു ദൈവം. ഓ ഷാബാലാദര സക്കമാന റൂഡിമാന റീബാലാദര സക്കൽക്കനാദര. ഓ സ്തോത്രം, 12 വടി ഇതാ വെട്ടിയെടുത്ത് വെച്ചല്ലേ. ഒറ്റ രാത്രി കൊണ്ട് ഒരു വടി എന്ത് ചെയ്തു, ആഹാരവന്റെ വടി പൂത്ത് കായ്ച്ച് എന്ത് ചെയ്തു, തീർത്തു. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ആലോചന നിരസിക്കാതെ ദൈവാലോചന പ്രകാരം മുട്ടുമടക്കിയപ്പോൾ അതിനകത്ത് 12 വടിയിൽ ഒരു വടി എന്ത് ചെയ്തു, അത് കിളിർത്തു, പൂത്തു, കായ്ച്ചു, ഫലം കണ്ടു. എന്തുകൊണ്ട്? ദൈവാലോചന അതുപോലെ മുട്ടുമടക്കി സ്വീകരിച്ചു. ഷാബാലദര സക്ക
സമാന റൂഡിമാന റീബാലാദര സകൽകനാദര ശുഡസ്തമന ഹാസ്കോറിയ ലഗന്ധന ജുഡത്തൽകനാദര ശിവനഘടകർക്കദര. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, യേശുവിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ ഞാൻ സറണ്ടർ ആകുമ്പോൾ എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, ദൈവവേലക്കാരനോട് എന്നോട് സംസാരിക്കുമ്പോൾ, എനിക്ക് സംശയമുള്ള ദൈവവേലക്കാരോട് ചോദിക്കുമ്പോൾ അവരാണ് എന്നോട് ദൈവത്തിന്റെ ആലോചന എന്നോട് പറയുന്നതെങ്കിൽ, ഓ സ്വത്ര സത്യവചനം പറയുന്ന നമ്മൾ നടത്തുന്ന നമ്മുടെ ദൈവവേലക്കാർ അപ്പൻ ഒരു മക്കളെ ഒരിക്കലും അടിച്ചുപദ്രവിക്കത്തില്ല. അപ്പൻ ഒരിക്കലും ആ മക്കള് തകരാൻ വിടത്തില്ല. അപ്പനും അമ്മയും ഒരിക്കലും തന്റെ കുഞ്ഞ്, കാക്കയ്ക്ക് തൻ കുഞ്ഞ് എന്നാരാണ്? പൊൻകുഞ്ഞാണ്. കാക്കയ്ക്ക് തൻ കുഞ്ഞെപ്പോഴും പൊൻകുഞ്ഞാണ്. കുഞ്ഞെത്ര തെറ്റ് കാണിച്ചാലും അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഹല്ലേലൂയ സ്വത്രം ചിലരൊക്കെ ഉപേക്ഷിച്ചിരിക്കുക. പക്ഷേ സ്നേഹമുള്ള അമ്മയ്ക്ക് ആ കുഞ്ഞ് എന്തൊക്കെ തെറ്റ് ചെയ്താലും, ആ സ്വത്രം അപ്പന് സ്നേഹമുള്ള അപ്പന് ആ കുഞ്ഞ് എന്തൊക്കെ തെറ്റ് ചെയ്താലും സ്വത്രം, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നൊരു ദേഷ്യം വന്നാലും, നാളെ ഒരു കോപം വന്നാലും, മറ്റൊന്ന് ഒരു വിരോധം വന്നാലും, ഇല്ല ഞാൻ ഇനി അവളോട് മിണ്ടത്തില്ലെന്ന് ആ മകളെ, അല്ലെങ്കിൽ അവനോട് ഞാൻ മിണ്ടത്തില്ലെന്ന് ആ അപ്പനും അമ്മയും ചിന്തിച്ചാലും ഒരാഴ്ച കഴിയുമ്പോൾ അവരെ മനസ്സ് മാറും. അവർ പറയും അതെൻ്റെ പിള്ളയാ. അവർ പറയും അതെൻ്റെ പിള്ളയാ. കാരണം എന്താ? ഇതുപോലെയാണ് ശുശ്രൂഷ ചെയ്യുന്ന ദൈവവേലക്കാർ. അവർ കർത്താവിനെ വചനം പ്രസംഗിച്ച് കർത്താവിൽ നിലനിർത്തുന്ന മക്കളോട് ആലോചന പറയുമ്പോൾ അതൊരിക്കലും എന്തല്ല ഹല്ലേലൂയ ദോഷമായിട്ടല്ല പറയുന്നത്. ഒന്നുകിൽ കർത്താവിന്റെ ആലോചന നമ്മുടെ അകത്ത് വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ തെറ്റിപ്പോകുന്നവരാണ്. ഓ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതിനകത്ത് ആലോചന ചോദിക്കാൻ ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. ഈ ചെറുപ്പക്കാരൻ ആലോചന ചോദിക്കുമ്പോൾ ദൈവം ആലോചന കൊടുത്തു. ദൈവം എന്താ ആലോചന കൊടുത്തു? അവനെ സ്നേഹിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, മോനെ ഒരു കുറവ് നിനക്ക് ഉണ്ട്. വായിച്ച്, ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. ഒരു കുറവുണ്ട്, എല്ലാം വിറ്റ് എന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുക്കുക. പറഞ്ഞ അടുത്ത വരി, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. എന്നാൽ നിനക്ക് എവിടെ നിക്ഷേപം ഉണ്ടാകും? സ്വർഗത്തിൽ, ഭൂമിയിലല്ല. എന്നാൽ നിനക്ക് എവിടെ ഉണ്ടാകും നിക്ഷേപം? സ്വർഗത്തിൽ ഉണ്ടാകും. അടുത്ത വരി, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അടുത്ത വരി, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. ഈ വചനത്തിൽ വിഷാദം വന്നു, ദുഃഖം വന്നു, ദുഃഖിച്ചിട്ട് എന്ത് ചെയ്തു? പോയിക്കളഞ്ഞു. കണ്ടോ? ഇങ്ങനെ പോകുന്നവരുമുണ്ട്. വചനം കേൾക്കുമ്പോൾ യേശുവാണിത് പറഞ്ഞത്, മനുഷ്യനല്ല. പക്ഷെ അയാൾക്ക് നൊന്തു. അയാൾക്ക് തോന്നി ഇതെന്നോട് വിരോധമായിട്ടാണ്. എത്ര പേർ മനസ്സിലാകുന്നുണ്ട്? ഈ വരി അയാൾക്ക് തോന്നി എനിക്ക് ഇത് ശരിയാവില്ല. അയാൾ എന്ത് ചെയ്തു? വിട്ടുപോയി. എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനം മാറിയോ? ഇല്ല. ബൈബിളിൽ അത് വെട്ടിക്കളഞ്ഞോ? ആ ഭാഗം ബൈബിളിൽ അത് കീറിക്കളഞ്ഞോ? പിന്നെ ആ ഭാഗം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇത് അംഗീകരിക്കുന്നവരുണ്ട്. അംഗീകരിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹം. ഒരനുഗ്രഹം. എത്ര പൂത്ത് കായ്ച്ച് ഒറ്റ രാത്രി കൊണ്ട് ഒരാവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കാനും, ഒറ്റ രാത്രി കൊണ്ട് ഒരു പുഴുവിനെ കൊണ്ട് ആവണക്കിനെ കത്തിക്കാനും കഴിയുന്നവനാണ് ആര്? എൻ്റെ ദൈവം. തീർന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇയ്യോബിനെ അനുഗ്രഹിക്കാനും, ഒറ്റ നിമിഷം കൊണ്ട് സകലത്തെ തകർക്കാനും ശക്തിയുള്ളവനാണ് ആര്? എൻ്റെ ദൈവം. വചനത്തിൻ്റെ മുമ്പിൽ വീഴുമ്പോൾ, കർത്താവിൻ്റെ ആലോചനയുടെ മുമ്പിൽ വീഴുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങി നാമാവശേഷമായ വടിയെ പൂത്ത് കായ്പിച്ച് കിളിപ്പിച്ച് അതൊരനുഗ്രഹമാക്കി ആർക്കും തകർക്കാൻ പറ്റാത്ത, ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ, കാറ്റില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, അത് നല്ല പാറപ്പുറത്ത് ഉള്ള സ്വത്രം വൃക്ഷമായി, അല്ലെങ്കിൽ പാറപ്പുറത്തുള്ള ഭവനമായി, അത് കാറ്റടിച്ചാലും വീഴാതെ നിലനിർത്തുന്ന ഒരു ഭവനമാക്കി മാറ്റുവാൻ സർവശക്തൻ മതിയായവനാണ്. പക്ഷെ കർത്താവ് പറയുന്ന വചനത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ സറണ്ടർ ആകണം. വചനത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകാത്തടത്തോളം കാലം ഇവിടെ ഇതാ ഈ വചനം പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയേ. ഈ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നോക്കിയേ, ഇത് തന്നെ നടക്കുള്ളൂ, ഇതേ നടക്കൂ. പക്ഷെ യേശുവിൻ്റെ വചനം എന്നിട്ട് മാറിയോ? മാറിയില്ല. കണ്ടോ? അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് കടന്നു. ലൂക്കോസ് 18 അധ്യായത്തിലേക്ക് പോകാം. ഇനി പെട്ടെന്ന് ലൂക്കോസ് 18 അധ്യായത്തിൽ ഇതേ കാര്യം കൊടുത്തിട്ടുണ്ട്. സ്വത്ര ആ വരി ഒന്നുകൂടെ വായിച്ചിട്ട് താഴെ അറ്റത്ത് വായിച്ച മർക്കോസിന്റെ സുവിശേഷം ഇപ്പൊ താഴെ അറ്റത്ത് വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ചേ. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. ഇതുപോലെയാണ് നമ്മളും ചിലപ്പോൾ അങ്ങനെ തന്നെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ആലോചന പറയും, ഇത് ദൈവമല്ല പിശാചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? കേൾക്കൂല. ഇതിങ്ങനെയാണ് വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? കേൾക്കൂല. മക്കളെ, കർത്താവ് നിന്നെ ആക്കിയത് എവിടെയാ? പക്ഷെ നമ്മൾ കേൾക്കൂല, നമ്മൾ തെറ്റും. അങ്ങനെ വരുമ്പോൾ ഈ കർത്താവ് അങ്ങ് വിട്ടു.
കർത്താവ് എന്ത് ചെയ്തു? അങ്ങ് വിട്ടു. സ്വത്രം. കർത്താവൊന്നും വേണ്ടിയില്ല. കർത്താവിനറിയാം ഇത് ആരും ഉൾക്കൊള്ളുമെന്നും ആരും ഉൾക്കൊള്ളൂല എന്നും കർത്താവിനറിയാം. ഒരുപാടുള്ളത് കൊണ്ട് അവന് വിട്ടുതിരിയാൻ ബുദ്ധിമുട്ട്. നമ്മളും അങ്ങനെ തന്നെ. നമുക്ക് വലിയ ഭയങ്കര കാര്യങ്ങളൊക്കെ കുറേ കാര്യം നമ്മൾ മെടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആലോചന എന്ത് ചെയ്യും? നമ്മൾ പലപ്പോഴും ഞാനും നിങ്ങളിതാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കൂട്ടി വച്ചിരിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി ദൈവം തരുന്ന ആലോചന എന്ത് ചെയ്യും? നിരസിക്കും. നമ്മൾ അത് അയാൾ പറഞ്ഞ അങ്ങനെയല്ലേ? ആ വരി ഒന്നുകൂടെ വായിച്ചേ, അതിനകത്തുണ്ട്. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച്. കണ്ടോ, വിഷാദിച്ചു. വളരെ സമ്പത്ത്. അയാൾക്ക് വേറെ ആഗ്രഹങ്ങളുണ്ട് കുറേ. ഇതൊന്നും കളയാൻ അയാൾക്ക് ഇഷ്ടമല്ല. അതാണ് അതിൻ്റെ അർത്ഥം. സമ്പത്ത് മാത്രം നോക്കട്ടെ. സമ്പത്ത് ഇവിടെ പറഞ്ഞു, സ്തോത്രം. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും വലുതായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ വെച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആലോചന പറയുന്നത്, മോനെ നിൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ വലിയ കാര്യം വിടാൻ നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ദൈവാലോചന നിരസിച്ച് നമ്മൾ തള്ളിക്കളയുമ്പോഴാണ് ഈ 4 നിലത്ത് വീണ വിത്തിൽ ഈ ഒറ്റ ഞാൻ പറഞ്ഞില്ല 100 മേനി വിളയുന്നതല്ല വീണത്. പിന്നെ ഇപ്പോൾ എവിടെ വീണു? മറ്റു 3 ഒരിടത്താണ് വീണത്. അത് തകർന്നു പോയി. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് വചനം മാറിയോ? ഇല്ല. അവനെ പിന്നെ കണ്ടുമില്ല. എന്നാൽ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിനകത്ത് ഈ വചനം ഇതുപോലെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം വ്യത്യാസമുണ്ട്. 18-ാം അധ്യായത്തിനകത്ത് ഇവൻ വന്നു. 18 മുതൽ വായിക്കുമ്പോൾ 18 മുതൽ ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. കർത്താവിന്റെ ആലോചന നിരസിക്കാതെ വചനം കേട്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ എന്ത് നടക്കുമെന്നറിയാമോ? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ, ഭൂമിയിലല്ല, പിന്നെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അടുത്ത വരി. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ മുട്ടുമുടക്കാത്ത ആള് ഒട്ടകം ഇതുപോലെയാണ് എന്ന് വെച്ചാൽ സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കുന്ന പൊടിയില്ല അയാളിലുള്ള ഈ പണത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. പണം അത് എല്ലാവരോടും ദൈവം പറയൂല. നീ എല്ലാം വിറ്റുകൊടുന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ വിട്ടിട്ട് പോകും. ദൈവത്തിന് അറിയാതെ. അതുകൊണ്ട് എല്ലാവരോടൊന്നും പണം വിട്ടിട്ട് വാ, വീടും വസ്തു എല്ലാം വിറ്റ് കൊടുത്തിട്ട് നീ പുറത്തിറങ്ങുന്ന എല്ലാവരോടും പറയത്തില്ല. പക്ഷെ പറയുന്നവരുണ്ട്, അത് അവർ ചെയ്യും. അത് ദൈവം നാം മഹത്വമായിരിക്കും. എല്ലാവരോടും എന്നാൽ പറയുകയില്ല, കാരണം അവർ വിട്ടുപോകും. ദൈവത്തിന് അറിയാം, എല്ലാവരോടും പറയുകയും ഇല്ല. പക്ഷെ ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കണമെങ്കിൽ ഞാൻ ദൈവവചനം കേട്ട് പൊട്ടാത്തടത്തോളം കാലം ഒരിക്കലും ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കൂല. ഒന്നുകൂടെ വായിച്ചേ വരി. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? രക്ഷിക്കപ്പെടാൻ ആർക്ക്? അടുത്ത വരി. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഞാൻ വീണു കൊടുക്കാൻ, ഞാൻ മുട്ടുമടക്കാൻ, ഞാൻ ആ നല്ല നിലത്തില് വന്ന് വീഴുമ്പോൾ ആ നിലം പറയും, ചാകട്ടെ, ആ വിത്ത് ചാകട്ടെ, ഞാനിതാ ഒരുക്കമാണ്, ഞാൻ ചാകാൻ ഒരുക്കമാണ്, ഇതാ ഞാൻ അതിനെ സ്വീകരിക്കാൻ ഒരുക്കമാണ്, ആ വചനത്തെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എൻ്റെ നിലമാകുന്ന എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ ജഡത്തിനകത്ത്, എൻ്റെ ചിന്തയ്ക്കകത്ത്, എൻ്റെ ഹൃദയത്തിനകത്ത് ആ വചനം ഇറങ്ങി അത് കിളിർക്കാൻ ഞാനിതാ അവസരം കൊടുക്കുന്നു. ആ വചനം, കർത്താവെ ഇന്നതാണ് എന്നോട് അത് സംസാരിച്ചത്, ആ വചനം അതുപോലെ നടക്കാൻ, എന്നിൽ തടസ്സമായിരിക്കുന്നതിനെ മരിപ്പിച്ച് ആ വചനം എന്നിൽ കിളിർക്കുവാൻ ഞാൻ ഇതാ ഏൽപ്പിച്ചു കൊടുക്കുന്നു പറയുന്ന നിലമാണ് 100 മേനി വിളവുള്ള നിലം. ഹല്ലേലൂയ. 100 മേനി വിളവുള്ള നിലം ഏതാ? അത് സമർപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ആ നിലം. ഇന്ന് എത്ര പേരുണ്ട് ഇതുപോലെ സമർപ്പിച്ച് കൊടുക്കുന്നവര്? അപ്പോൾ ഇതിനകത്ത് ഈ ചെറുപ്പക്കാരൻ വന്ന് തിരിച്ചുപോയി. എന്നാൽ 19-ാം അധ്യായത്തിനകത്ത് സക്കായി യേശുവിൻ്റെ അടുത്ത് വന്നു. ലൂക്കോസ് 18-ൽ അവൻ തിരിച്ചുപോയി എന്ന് പറഞ്ഞ വചനം മാറിയില്ല. ഇതനുസരിക്കുന്ന ഒരുപാട് പേർ, ഈ വചനത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പേർ, എൻ്റെ അപ്പച്ചൻ അല്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. സഹോദരങ്ങളെ, അവരെ തകർക്കാൻ കഴിയത്തില്ല. അവർ ഓരോ സെക്കൻഡ് തകർന്നുകൊണ്ടിരിക്കും. അവരെ ആത്മസ്വത്രം കാറ്റുപോലെ അവരാകും. അവരെ ഇഷ്ടങ്ങളെല്ലാം
ആഗ്രഹങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കും. അവരുടെ താല്പര്യങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും. അവർ ആത്മാവിൽ സഞ്ചരിക്കുന്നവരായി മാറും. ഞാൻ 100% ഉറപ്പ് പറയാം, ക്രിസ്തുവിൽ വളരുന്ന ഒരു പൈതലിനെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. അവർ ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കും, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ആത്മാവിൽ ജയം പ്രാപിച്ചുകൊണ്ടിരിക്കും, ദൈവശക്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കും, ദൈവകൃപയാൽ നിറഞ്ഞുകൊണ്ടിരിക്കും, അഭിഷേകത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. അവരാരും ഒന്നും പറയേണ്ട കാര്യമില്ല. അവർ ഓരോ ദിവസവും ആത്മാവിൽ നിറഞ്ഞ് പച്ച വെച്ച് പുഷ്ടി വെച്ച് അവർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അവർ ആത്മാവിൽ നിറഞ്ഞ് ഓരോ സെക്കൻഡ് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് ഓരോ സെക്കൻഡ് തങ്ങളെ തന്നെ ത്യജിച്ച് നാൾതോറും തന്റെ കുരിശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് അപ്പന്റെ ശബ്ദം കേട്ട് ആ വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ പ്രാപിച്ച് ഓരോ സെക്കൻഡ് ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്താൽ ജ്വലിച്ച് പാപത്തെ ജയിച്ച് യേശപ്പ ഇനി ഞാൻ എന്നിൽ എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ലൂക്കോസ് 18 ഒരുത്തൻ വന്ന് തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ വചനം മാറത്തില്ല. എന്നാൽ 19 അധ്യായത്തിനകത്ത് സക്കായി യേശുവിന്റെ അടുത്ത് വന്നതല്ല, സക്കായി ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ, എനിക്ക് എൻ്റെ അപ്പനെ വേണം, എനിക്ക് നല്ല നിലമാകണം, എനിക്ക് 100 മേനി ഫലം കൊടുക്കണം, എൻ്റെ യേശുവിനെ എനിക്ക് വേണം, എനിക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്, എനിക്ക് എൻ്റെ യേശുവിനെ വേണം, എനിക്ക് എൻ്റെ യേശുവിനെ വേണം, എനിക്ക് എൻ്റെ യേശുവിനെ രുചിച്ചറിയണം, എനിക്ക് എൻ്റെ യേശുവിനെ അനുഭവിച്ചറിയണം, എനിക്ക് എൻ്റെ യേശുവിനെ ശബ്ദം കേൾക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം. എനിക്ക് ഇന്നത്തെ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം, എനിക്ക് എൻ്റെ യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് അനുഭവിച്ചറിയണം, എനിക്ക് എൻ്റെ യേശുവിന്റെ സാന്നിധ്യം ഒന്ന് അറിയണം. അപ്പൊ ആ സാന്നിധ്യം ഇല്ലാതെ എന്നെ ഇറങ്ങാൻ വിടരുത്. ആ സാന്നിധ്യം ഇല്ലാതെ ഞാൻ ഓരോരുത്തും പോണ്ട. ആ സാന്നിധ്യം ഇല്ലാതെ എഴുന്നേൽക്കണം. ഇന്ന് രാത്രി ആ സാന്നിധ്യ ആലയത്തിനകത്ത് വെളിപ്പെടുകയാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വേണം. ദൈവത്തിന്റെ കൃപ ഇറങ്ങുകയാണ്. പഴയ നിയമത്തിനകത്ത് ആ മേഘം വഴി നടത്തിയതുപോലെ ഇന്ന് ഇതിനകത്ത് മോശെ അപ്പനോട് പറഞ്ഞു, അപ്പാ എന്നെ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എന്നെ അയക്കല്ലേ, നീ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കല്ലേ, നീ ഇന്ന് ഇതിനകത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ മക്കളുടെ മേൽ വെളിപ്പെടുകയാണ്. അതിന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പാ തിരു സാന്നിധ്യമില്ലാതെ അങ്ങില്ലാതെ യേശുവേ എന്നെ പറഞ്ഞയക്കല്ലേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ, എനിക്കാരുമില്ലായേ, ഡാഡി അല്ലാതെ എനിക്കാരുമില്ലായേ, യേശു അല്ലാതെ എനിക്കാരുമില്ലായേ, ഡാഡി അല്ലാതെ എനിക്കാരുമില്ലായേ, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. ആരൊക്കെ പറയപ്പാ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ വെറും ചവറാണ്? ആര് പറയും അപ്പാ അങ്ങയുടെ സ്വഭാവം എന്നില്ലെങ്കിൽ, അപ്പാ ഞാൻ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, യേശുവേ പാപം നിറഞ്ഞ ഞാൻ വെറും ചവറാണ്, വെറും വേസ്റ്റാണ്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, അങ്ങ് കൂടെ പോരുന്നില്ലേ എനിക്കാരും ഇല്ലായേ, ആരുമില്ലായേ, എനിക്കാരും ഇല്ലായേ, ഡാഡി അല്ലാതെ എനിക്കാരും ഇല്ലായേ, ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, യേശു അല്ലാതെ എനിക്കാരും ഇല്ലായേ, ആരുമില്ലായേ, എനിക്കാരും ഇല്ലായേ, യേശു അല്ലാതെ എനിക്കാരും ഇല്ലായേ. അപ്പന്റെ സാന്നിധ്യം ഇല്ലാതെ എനിക്ക് ഒന്നിനും പറ്റില്ലപ്പ എന്ന് മോശ അലറി വിളിച്ചു. യോശുവ പറഞ്ഞു, മോശ പറഞ്ഞു, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശ ഒരു സാന്നിധ്യം മാത്രമല്ല, സാന്നിധ്യത്തിനകത്ത് സാന്നിധ്യം നിറഞ്ഞൊഴുകുന്ന ഒരുവൻ യേശു നമ്മുടെ ആലയത്തിനകത്ത്, യേശു നമ്മുടെ ആലയത്തിനകത്ത്. അതെ അതെ അതെ, സാന്നിധ്യം മാത്രമല്ല, ആ സാന്നിധ്യത്തിന്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിനെ ചുമക്കുന്ന അഭിഷേകമുള്ള മണവാട്ടിയെ
അപ്പാ, സാന്നിധ്യത്തിനകത്ത് പഴയ നിയമമെങ്കിൽ പുതിയ നിയമ സാന്നിധ്യം നിറഞ്ഞു ഒഴുകുന്ന കരുണാസമ്പന്നനാകുന്ന എന്റെ ദൈവം എന്റെ അകത്ത്, ഞാൻ ആ സാന്നിധ്യത്തിനകത്ത് ആ ക്രിസ്തുവിനെ ചുമക്കുന്നൊരു കഴുത. എന്നെ അല്ല ഇപ്പോൾ മനുഷ്യർ കാണുന്നത്, സ്വർഗത്തിലെ ദൈവത്തെയാണ് കാണുന്നത്. ഇന്ന് ഇതിനകത്ത് മകനെ മകളെ, ഞാൻ നിങ്ങളും ആരെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, ഓ എന്റെ നിങ്ങളുടെ വിളി ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, ഓ സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ചുമക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ നിങ്ങളെ മാറ്റിയിരിക്കുമ്പോൾ അതൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ ഒരു രാത്രി കൊണ്ട്, ഓ സ്തോത്രം, മുട്ടുമടക്കുന്നവന്റെ വാടിയെ കിളിർപ്പിക്കാൻ ദൈവശക്തനാണ്. ഓ ദൈവശക്തനാണ്, ദൈവശക്തനാണ്. ദൈവത്തിനെ കൊണ്ട് അസാധ്യം ഒന്നുമില്ല. ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ മടങ്ങ് യോബിന് മടക്കി കൊടുക്കുവാൻ, ആരംഭത്തെക്കാൾ ഒടുവിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഇതിനർത്ഥത്തിലൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ട് യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു. അയാൾ കർത്താവിൽ തന്നെ ഉറച്ചു നിന്നു. അവർ കർത്താവിൽ തന്നെ. യോബിന് എന്തുകൊണ്ട് അങ്ങനെ വന്നേ? എന്തുകൊണ്ടാ വന്നേ? നമ്മളാണെന്നെങ്കിൽ എത്ര അടുത്ത് ഓടുവരും നോക്കിയേ, പക്ഷെ ഇല്ല, ഓടിയില്ല. അത് അസാധ്യ കൃപ. അത് കൃപയുള്ളവർക്ക് പറ്റും, കൃപയില്ലെങ്കിൽ പറ്റൂല. രുചിച്ചറിയുന്നവർക്ക് പറ്റൂ, പുറത്തൂടെ പറയുന്നവർക്കൊന്നും പറ്റൂല സഹോദരങ്ങളെ. ഒരു മണം മാത്രമേ അടുക്കുന്നുള്ളൂ. കുടിക്കുന്നവർക്ക് അതിന്റെ രുചി അറിയാവോ? ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ പൈതലിനെ അറിയാം. യോബ് ദൈവത്തെ രുചിച്ചറിഞ്ഞു. ഓ ഹല്ലേലൂയ, അവനറിയാം, അയാൾക്കറിയാം. ഓ ദൈവത്തിന്റെ സ്തോത്രം, ആ മനുഷ്യനറിയാം. സ്തോത്രം. ഹബക്കൂക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 3-17 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതുപോലെ സങ്കീർത്തനങ്ങളിലും വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. ഹബക്കൂക്ക് എടുത്ത് 3:17 വായിച്ചേ. 3:17. അത്തിവൃക്ഷം തളിർക്കയില്ല, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകൂല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, വിളയിക്കയില്ല. അടുത്ത് കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, നശിച്ചു പോകും. അടുത്ത് ശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, ഒരു നന്മയില്ല. എങ്കിലും കണ്ടോ, ഒറ്റ നന്മയില്ല. പക്ഷെ നമ്മളാണെങ്കിൽ ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഓടും. പക്ഷേ ദൈവം അറിയാതെ ഒന്നുമില്ല. ഓ ദൈവം അറിയാതെ ഒരു മുടി പോലും കൊഴിയില്ല. വിശ്വസ്തതയോടെ അപ്പൻ്റെ മുമ്പിൽ നിന്നാൽ ആ നല്ല നിലമായി ഒരുക്കപ്പെട്ടു കൊടുത്ത വിത്തിനെ സ്വീകരിച്ച് ഓരോ സെക്കൻഡും ഇടവും വലവും നോക്കാതെ അപ്പൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി മാത്രം നിൽക്കുന്ന പൈതലെ, ഞാൻ നിന്നോടൊരു ആലോചന പറയാം, നിന്നോടൊരു ദൂത് പറയാം. ഞാൻ നിന്നോട് ആത്മാവിൽ നിന്നോടൊരു ആലോചന ഞാൻ വിളിച്ചു പറയാം. ഓ സ്തോത്രം. ഇതൊന്നും കണ്ട് നീ പേടിക്കത്തില്ല. നിനക്ക് നല്ലവണ്ണം അറിയാം നിന്റെ അകത്ത് വീണ വിത്തേതെന്നും, നിന്നെ നട്ടിരിക്കുന്നത് ആരെന്നും, നിന്നെ എവിടെയാണ് നട്ടതെന്നും, ഏതിന്റെ വശത്തൂടെ പോകുമ്പോഴും എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിനകത്ത് ഒന്നുമില്ലെന്നും. ഓ ഹല്ലേലൂയ. ഒരു പൈതൽ ഒരു ഉറപ്പുണ്ടോ? പൈതൽ പറയുകയാണ്, ഹബക്കൂക്കിലൂടെ പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, ഒരു നന്മയുമില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കണ്ടോ, നല്ല നിലത്തുള്ള വിത്തിന്റെ ആഗ്രഹം കണ്ടോ. അവൾ പറയും, ഞാൻ ആരിൽ ആനന്ദിക്കും? എൻ്റെ ദൈവത്തിൽ, എൻ്റെ ദൈവത്തിൽ, എൻ്റെ ദൈവത്തിൽ. എൻ്റെ ആനന്ദം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, എൻ്റെ ആശ്വാസം ലോകം കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ ലോകം കാണത്തക്ക വണ്ണം എനിക്കൊന്നുമില്ലെങ്കിലും പക്ഷേ എനിക്കൊരു ആനന്ദമുണ്ട്. അതെൻ്റെ യേശുവിലാണ്. ഓ ലോകം തരാത്തൊരാനന്ദം, ക്രിസ്തുവുള്ള ആനന്ദം. ഓ ഹല്ലേലൂയ. ഈ ആനന്ദമുള്ള പൈതൽ ഓരോ ദിവസം പാപത്തെ ജയിച്ചുകൊണ്ടിരിക്കും. അടുത്ത വരി വായിച്ചേ. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഓ എന്റെ രക്ഷയുടെ ദൈവത്തിൽ എന്ത് ചെയ്യും? ഘോഷിച്ചുല്ലസിക്കും. അടുത്ത വരി, യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. ഓ യഹോവയാകുന്ന കർത്താവ് എന്റെ ബലം മനുഷ്യനല്ല, എന്റെ ബലം ആ ദൈവങ്ങളല്ല, എന്റെ ദൈവം യേശുവാണ്, എന്റെ ദൈവം കർത്താവാണ്, എന്റെ ബലം കർത്താവാണ്. അടുത്ത വരി, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. ഉണ്ടോ കർത്താവ് നിലനിൽക്കുന്ന പൈതന്റെ കാര്യം? പേടമാൻ കാൽ പോലെ. മനുഷ്യനെ നോക്കുന്നവരെല്ലാം ചെതറി ഓടും, ദൈവത്തെ നോക്കുന്നവർ ആരനക്കവും കാണില്ല. മനുഷ്യനെ നോക്കി ഇറങ്ങി തരില്ല, എന്ത് ചെയ്യും? സ്വത്രം. മനുഷ്യനെ നോക്കി ഇറങ്ങി വന്നവർ വീഴും, പക്ഷെ ദൈവത്തെ നോക്കി ഇറങ്ങി വന്നവർ എന്തെല്ലാം സംഭവിച്ചാലും ഇല്ല, വീഴാൻ പറ്റത്തില്ല, നിലം വരെ ജാഗയില്ല. കാരണം കർത്താവിൻ്റെ കര അവിടെ ഉണ്ട്. മനുഷ്യനെ നോക്കിയാൽ വീഴും,
പ്രശ്നം നോക്കിയാൽ വീഴും, കാറ്റ് നോക്കിയാൽ വീഴും, പ്രതിസന്ധി നോക്കിയാൽ വീഴും. എന്നാൽ ദൈവത്തെ നോക്കിയാൽ വീഴില്ല. കാരണം ജയിച്ചവനാണ് കർത്താവ്. അടുത്ത വരി വായിക്കുമ്പോൾ വായിച്ചേ. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അടുത്ത വരി ഹബക്കൂക്കിന്റെ പുസ്തകം വായിച്ചു. അടുത്തിന് സങ്കീർത്തനം 4:7 വായിക്കുമ്പോൾ ധാന്യവും വീഞ്ഞും ഉണ്ടായതിലും അധികം. 6 വാക്യം മുതൽ 6ഉം 7ഉം വായിച്ചേ. നമുക്ക് 6 നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. അടുത്ത 7ആം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഒരുപാട് ധാന്യം, വീഞ്ഞും, സമ്പത്തും, സമൃദ്ധിയും, പേരും, പ്രശസ്തിയും എല്ലാം കിട്ടിയപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം. ഇതാണ് യേശുവിന്റെ സന്തോഷം. ഒന്നുകൂടെ വായിച്ച ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എവിടെ തന്നിരിക്കുന്നു? എന്റെ ഹൃദയത്തിന്റെ അകത്ത്. യേശു ഉള്ള ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ആ നല്ല നിലത്ത് കിടക്കുന്ന വിത്താണെങ്കിൽ ഞാൻ പറയാം, ഇത് നമുക്കുള്ളതാ. സ്വന്തം. ആമേൻ. ആ സന്തോഷം വരും. നോക്കുമ്പോൾ തീച്ചൂളിയും പ്രശ്നമായിരിക്കും, പക്ഷേ അവർക്കെല്ലാം ഉറപ്പുണ്ട്, എൻ്റെ ദൈവം അതതിൻ്റെതായ സമയങ്ങളിൽ ചെയ്യേണ്ടതെല്ലാം എന്തെയും ചെയ്യും. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഉറക്കം അങ്ങനെ ഇരിക്കും, സമാധാനത്തോടെ കിടന്നുറങ്ങും. അടുത്ത വരി. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും യേശുവിനെ കൊണ്ടുപോയാൽ. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ലൂക്കോസ് 19 ആഗ്രഹിച്ച് ദാഹിച്ച് അപ്പനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് കാട്ടത്തിയുടെ മുകളിലിരിക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം കണ്ട, അവൻ്റെ ദാഹം കണ്ട, അവൻ്റെ ആവേശം കണ്ട, അവൻ്റെ ഹൃദയത്തിനകത്തുള്ള വെമ്പൽ കണ്ട സ്വർഗത്തിലെ ദൈവം അവൻ ഇരുന്ന സ്ഥലത്ത് ഇറങ്ങി വന്നിട്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായേ മക്കളെ വേഗം ഇറങ്ങി വാ, നിന്റെ വെമ്പൽ എനിക്ക് അറിയാടാ. ഓ സ്തോത്രം, നിന്റെ ദാഹം എനിക്ക് അറിയാടാ. അനേകർ എൻ്റെ അടുത്ത് വന്ന് വെപ്രാളപ്പെട്ട് പിടച്ചുകൊണ്ട് ആ സ്തോത്രം ഹല്ലേലൂയ അകന്നു മാറുന്നു. ആലോചന കേൾക്കുമ്പോൾ അകന്നു മാറുന്നു. പക്ഷെ നീ എന്നെ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ എന്നെ കാണാൻ കാത്തിരിക്കുന്ന പൈതലേ, ഇന്നു മുതൽ ഞാൻ നിന്നോട് കൂടെ താമസിക്കുകയാണ്. കാത്തിരിക്കുന്ന പൈതൽ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്ന പൈതൽ എന്ത് പുതുക്കും? ശക്തിയെ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 39-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന ഒരു പൈതലുണ്ടോ, അവൻ തളർന്നു പോകത്തില്ല. അവൻ ഓരോ സെക്കൻഡ് എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. 40-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, വായിച്ചേ. 29 യെശയ്യാവിന്റെ പുസ്തകം 40:29. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. കണ്ടോ, കാത്തിരിക്കുന്ന ആരുണ്ടോ അവരെന്ത് ചെയ്യും? ശക്തിയെ. പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, പ്രശ്നം ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതികൂലങ്ങളുടെ നടുവില് ശക്തിയെ പുതുക്കി 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 പുതുക്കി. അവരെ പുറകെ ആരും നടക്കണ്ടെന്ന്, അവരെ പുറകെ ആരും നടക്കണ്ട. ഓ, സക്കായിയുടെ വീട്ടിൽ യേശു കൂടെ പോവുകയാണ്. സക്കായി കുറവുകൾ ഏറ്റു പറഞ്ഞു. സക്കായി അപ്പനെ കണ്ടപ്പോൾ എല്ലാ കുറവ് ഏറ്റു പറഞ്ഞു. ഓ, സക്കായിയുടെ വീട്ടിൽ യേശു കാല് വെച്ചിട്ട് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഓ, യേശുവിനെ പ്രാപിച്ച സക്കായി, ആമേൻ, യേശുവിനെ പ്രാപിച്ച സക്കായി ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതല് നല്ല നിലം. ഓ സ്വത്രം, വിത്തിനെ സ്വീകരിക്കും. ആ വിത്താകുന്ന വചനം ആ നിലത്തിൽ വീഴുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അതെന്നോടാണ് സംസാരിച്ചത്. എനിക്കിനി മറ്റൊരു വഴി വേണ്ട, മറ്റൊരു പാപം വേണ്ട, എൻ്റെ ദൈവത്തിന്റെ സത്യവചനം മതി, എനിക്ക് ആ വചനത്തിൽ ജീവിക്കണം എന്ന് ഏൽപ്പിച്ചു കൊടുക്കും. അത് താഴ്മയോടെ ഇരുന്ന് 30, 60, 100 മേനി ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ പൈതലിനൊരു പ്രമാണമുണ്ട്. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടമില്ല. ആ പൈതൽ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. കാത്തിരിക്കും, ബലം പ്രാപിക്കും, ശക്തി പ്രാപിക്കും, കാത്തിരിക്കും, അഭിഷേകം പ്രാപിക്കും. ഓരോ സെക്കൻഡ് മനുഷ്യരെ നോക്കത്തില്ല, അവര് ദൈവത്തെ നോക്കും. നിങ്ങൾക്ക് മനസ്സിലായി? വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന മകളെ, ക്ഷീണിച്ചവന് ശക്തി പകരുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. തളർന്നിരിക്കുന്നവന് തളർച്ച മാറ്റുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ ക്ഷീണിച്ചിരിക്കുകയാണോ? തളർന്നിരിക്കുകയാണോ? വാടി കൊഴിഞ്ഞിരിക്കുകയാണോ? പേടിക്കല്ലേ. അവൻ എൻ്റെ ഉപനിധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു? അവൻ എൻ്റെ ഉപനിധി. 10,000ങ്ങളിലെ സുന്ദരന്, മാറത്ത് പൊൻകച്ച കെട്ടിയവന്, 7 നിലവിളക്കിന് നടുവിൽ നടക്കുന്നവന്, നിലയങ്ങ് ധരിച്ചവന്, അത്ഭുത മന്ത്രി നമ്മുടെ ആലയത്തിന് വന്നിട്ടുണ്ട്.
അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരും, ശക്തി പകരും. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം നമ്മൾ ഓടുമ്പോൾ എത്ര ആരോഗ്യമുണ്ടെന്ന് ഇടറി വീഴും. എന്നാൽ എത്ര പ്രായം ചെന്നവനും എത്ര ചെറുപ്പക്കാരനായിരുന്നാലും ദൈവത്തിൻ്റെ മേൽ കാത്തിരിക്കുന്നവനെങ്കിൽ ഓ ശക്തിയെ കണ്ടോ. വലിയ പ്രശ്നമായിരിക്കാം, ചെറിയ പ്രശ്നമായിരിക്കാം, പ്രതികൂലം വർദ്ധിച്ചിരിക്കാൻ, പക്ഷേ കർത്താവിനെ കാത്തിരിക്കുന്ന പൈതൽ എന്ത് ചെയ്യും? ശക്തിയെ. ശ്രദ്ധിക്കുന്നുണ്ടോ? ശക്തിയെ. പ്രതികൂലങ്ങളെ ശക്തിയെ പുതുക്കും, പ്രശ്നത്തിന് ശക്തിയെ പുതുക്കും. പ്രശ്നത്തിനേക്കാൾ വലിയവനായ ആരെ കാണും? പ്രതികൂലത്തെക്കാൾ വലിയവനായ ആരെ കാണും? പ്രതിസന്ധിയേക്കാൾ വലിയവനായ ആരെ കാണും? യേശുവിനെ കാണും. നമ്മുടെ പ്രശ്നം വലുതായിരിക്കാം, നിങ്ങളുടെ പ്രശ്നം ഈ ലോകത്തിൽ പക്ഷേ ഒരുപക്ഷെ വലുതായിരിക്കാം, പക്ഷെ ഞാൻ പറയാം, ഈ പ്രശ്നത്തെക്കാൾ വലിയവനാരാ? യേശു കർത്താവ്. ചില പ്രശ്നങ്ങൾ പോകുമ്പോൾ അതൊരിക്കലും ദോഷമായിട്ടല്ല. സ്വർഗം വിളിച്ച ഒരു പൈതലാണെങ്കിൽ ചിലയിടത്തൂടെങ്കിലും കൊണ്ടുവന്ന് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലെത്തിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ കൂടെങ്കിലും കൊണ്ടുവന്ന് സ്വർഗത്തിൽ കാണട്ടെ. ആമേൻ. എവിടെ കൂടെങ്കിലും കൊണ്ടിട്ടായിരുന്നാലും സ്വർഗത്തിൽ കാണട്ടെ. ഹല്ലേലൂയ. പക്ഷേ കാത്തിരിക്കുന്ന ഞാൻ നീ എന്ത് ചെയ്യണം? അതും ഇതും കണ്ട് എന്ത് ചെയ്യല്ലേ? തളർന്നു പോകല്ലേ. ശക്തിയെ പുതുക്കിക്കൊള്ളണം, ശക്തിയെ പുതുക്കിക്കൊള്ളണം. പുതിയ നിയമത്തിനകത്തെ പോകുമ്പോൾ ശക്തിയെ പുതുക്കി കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച പൈതലിനെ തകർക്കാൻ ഒരിക്കലും തകരത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് അഭിഷേകം പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ ഒരു ദൈവവഴിയിൽ സഞ്ചരിക്കുമ്പോൾ അടുത്ത് റോമർക്കുടെ ലേഖനം കൊടുക്കും. റോമർക്കുടെ ലേഖനം 1-ാം അധ്യായം മുതൽ അങ്ങോട്ട് 16-ാം അധ്യായം വരെ വായിച്ച് ഓ സ്തോത്രം, എങ്ങനെ 12-ാം അധ്യായത്തിനകത്ത് എങ്ങനെ ആരാധിക്കണമെന്നും എങ്ങനെ സ്തുതിക്കണമെന്നും എങ്ങനെ സ്തോത്രം പറയണമെന്നൊക്കെ 12-ാം അധ്യായം 1 മുതൽ അത് വായിച്ച് അങ്ങനെ ആരാധിക്കുന്ന ഒരു ദൈവവചനം. സ്തോത്രം അടുത്ത റോമർക്കുടെ ലേഖനം 16-ാം അധ്യായം കഴിഞ്ഞ് 1 കൊരിന്ത്യർക്കുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതം എങ്ങനെയെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർക്കുടെ ലേഖനത്തിനകത്ത് വരുമ്പോൾ ഒരു ദൈവ പൈതൽ 1 കൊരിന്ത്യർക്കുടെ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് കടക്കുമ്പോൾ പക്ഷം പിടിക്കാം ഒരു ദൈവ പൈതലിന് പോകത്തിന് ഇഷ്ടമുള്ളത് അല്ല. പക്ഷം നിന്റെ ജീവിതത്തിനകത്ത് വന്ന ഓടം ചിന്തിച്ചോളണം, ഇത് ദൈവഗീതമല്ലാത്തതാണ്, എനിക്കിത് വേണ്ട. എൻ്റെ അപ്പൻ എന്നെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ പറഞ്ഞ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. അതുകൊണ്ട് ആ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഞാൻ എല്ലാം തികഞ്ഞ ആളായോണ്ടല്ല, പിന്നെയോ ഏതുമല്ലാത്ത ആളായോണ്ട്. 1 കൊരിന്ത്യർ 1:26 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:25 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമേറിയതും. എന്താണ് ദൈവത്തിൻ്റെ ഭോഷത്വം? എന്താണ് ദൈവത്തിൻ്റെ ബലഹീനത? എന്താ? ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ബലഹീനത? 25-ാം വാക്യം വായിച്ചേ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ഞാൻ ഒരുപാട് പാപം ചെയ്ത് അകന്നു പോയപ്പോഴും ഒരു പാവമില്ലാത്ത ദൈവം വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഇവളെ എനിക്ക് വേണമെന്ന് പറയുമ്പോഴത്തെ ഭോഷത്വം എന്തുണ്ട്? എന്നെ നേടാൻ ആര് പോഷനെ പോലെ നിന്ന് പാവമില്ലാത്ത ദൈവം. നിങ്ങൾക്ക് മനസ്സിലായി? ഇതിനപ്പുറം എന്ത് വേണം? ഓ ജീസസ്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. വായിച്ചേ 25 ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയ ദൈവത്തിന്റെ ബലഹീനത. എന്താണ് ദൈവത്തിന്റെ ബലഹീനത? എത്ര തെറ്റ് ചെയ്താലും ദീർഘമായിട്ട് ക്ഷമിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് എന്നെയും കൂടെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചിട്ടേ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ബലഹീനതയെന്ന്, എന്താ ഭോഷത്വമെന്ന്? വീണ്ടും വീണ്ടും നമ്മൾ വീഴുമ്പോഴും ഇതാ നമ്മൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല നമ്മളെ കഴിവും മിടുക്കൊന്നും അല്ല. സ്വത്രം. അതുകൊണ്ട് മക്കളെ, ദൈവത്തിൻ്റെ ഭോഷത്വമാണ്, അത് മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതാണ്. ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ എന്തുള്ളതാ? ബലമുള്ളതാ. ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. 26 സഹോദരന്മാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. വിളിയെ നോക്ക്. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അതാ ശാലിനിയെ തിരഞ്ഞെടുത്തത്. വെറും ചപ്പായിരുന്നു എന്നെ, വെറും ചവറായിരുന്നു എന്നെ, പഠിപ്പ് കുറഞ്ഞ എന്നെ, അറിവ് കുറഞ്ഞ എന്നെ, ജ്ഞാനം കുറഞ്ഞ എന്നെ, ഓ അലലി ഒന്നും അറിഞ്ഞുവിടാത്ത എന്നെ, ഒരു വരി പോലും ദൈവം മുമ്പിൽ നിന്ന് പറയാൻ അറിഞ്ഞുവിടാത്ത എന്നെ, ഒരു പാട്ടുപാടിന്റെ ഒരു വരി പാടാൻ ലജ്ജിച്ച എന്നെ, ഒരു വചനത്തിന്റെ ക്രൂശിലെ മൊഴി ഒരു മൊഴി പറയാൻ പറ്റാതെ ഇറങ്ങി ഓടി എന്നെ, ഒന്നും അറിഞ്ഞുവിടാതെ ഒരു വാക്യം പോലും അറിഞ്ഞുവിടാതെ നടന്ന എന്നെ, ഓ ഒന്നും അറിഞ്ഞുവിടാ, യേശുവാണെന്ന് അറിഞ്ഞുവിടാ, എന്തെന്ന് അറിഞ്ഞുവിടാ, ഓ സ്തോത്രം, വെറും ചപ്പായി, വെറും വേസ്റ്റായി, ഒന്നും അല്ലാതെ കിടന്ന എന്നെ
ജീസസ്. നിങ്ങളൊന്നുകൂടെ വായിച്ചാൽ മതി. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്റെ വരി കിടക്കുന്നുണ്ടോ? ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതുമായ എന്നെ തിരഞ്ഞെടുത്തു. കണ്ടോ? ഇതെൻ്റെ കഴിവ് കൊണ്ടും മിടുക്കൊണ്ടും അല്ല, ഞാൻ ഇതാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ഭോഷത്വമാണ്, ദൈവത്തിൻ്റെ ബലഹീനതയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അവർ 25 ദൈവത്തിൻ്റെ ഭോഷത്വമാണ്, ദൈവത്തിൻ്റെ ബലഹീനതയാണ്. ഈ നികൃഷ്ടവും കുലഹീനവും ഏതുമില്ലാത്തതുമായ ശാലിനെ ദൈവസന്ധി തിരഞ്ഞെടുത്ത്. പത്രോസ് ഏതുമല്ലായിരുന്നു, അവനെ തിരഞ്ഞെടുത്ത്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെട്ടു. ഏതുമല്ലാത്തവനെ ആര് തിരഞ്ഞെടുത്തു? ദൈവം തിരഞ്ഞെടുത്തു. ഏതുമല്ല പ്രശംസിക്കാൻ. പഠിത്തമില്ല, അറിവില്ല, ജ്ഞാനമില്ല, കഴിവില്ല, ഒന്നുമില്ല, എടുത്തുകേട്ടക്കാരനാണ്. പക്ഷെ അയാളെ ദൈവം തിരഞ്ഞെടുത്തു. ഒറ്റ പ്രസംഗത്തിൽ നാണം കെട്ട് നിന്നവൻ ഇപ്പോൾ ധൈര്യത്തോടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒറ്റ പ്രസംഗത്തിൽ എത്ര പേര്? 3000 പേര്. അടുത്തത്ര 5000. അങ്ങനെ പോയി. കണ്ടോ? ബലഹീനവും ഏതുമല്ലാത്തതും നികൃഷ്ടമായ യേശുവിനെ മാറ്റിക്കൊണ്ട് നിർത്തി. യേശുവെ, നീ എന്തോന്ന് പറയുന്നെന്ന് യേശുവിനെ ശാസിക്കാൻ പോയ പത്രോസിന് ഏതുമല്ലാത്തവനെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ സത്യം വെളിപ്പെടുത്താൻ കൊർന്നല്യസിന്റെ വീട്ടിലേക്ക് തുപ്പട്ടി അയച്ച് പൊട്ടിക്കാൻ മാത്രമല്ല, എന്തെല്ലാം രീതികളിൽ മാത്രമല്ല, ഇതേ പത്രോസിന്റെ നിഴല് തട്ടിയാൽ ഇതേ പത്രോസിന്റെ, നിങ്ങൾക്ക് എത്ര മനസ്സിലായി? മീൻ പിടുത്തക്കാരനായി ഇതേ പത്രോസിന്റെ നിഴല് തട്ടിയ ഏതുമല്ലാത്തവനെ, നികർഷമായവനെ, കുലഹീനമായവനെ, ഏതുമല്ലാത്തവനെ ജ്ഞാനിയായ സർവശക്തനാകുന്ന സർവജ്ഞാനിയാകുന്ന ദൈവം തെരഞ്ഞെടുത്ത് അല്ലേ? സ്വത്രം. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ നടക്ക. ഏതുമില്ലാത്തവനെ എൻ്റെ അപ്പൻ ഇതിനകത്ത് എല്ലാം ഉള്ളവരല്ല തിരഞ്ഞെടുക്കുന്നത്. ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നു, ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു, ഒരു ദൈവകൃപ ഇതിനകത്ത് ചില മക്കളുടെ മേൽ തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. എന്തിനു വേണ്ടി ശക്തി വ്യാപരിക്കുന്നു? ബലഹീനയായ, കുലഹീനമായ, നികൃഷ്ടമായ നിന്നെ തിരഞ്ഞെടുക്കുന്നു. നീ പ്രശംസിക്കാതിരിക്കാൻ. ജനത്തെ കൊണ്ടുവന്ന നിഴലിൽ അങ്ങോട്ട് കിടത്തും. പത്രോസ് നടന്നു പോകുമ്പോൾ നികൃഷ്ടവും ഏതുമല്ലാത്ത ഒന്നുമല്ലാത്ത പത്രോസ് നടന്നു പോകുമ്പോൾ സ്തോത്രം, നിഴലിൽ കൊണ്ട് നാര കിടത്തും. നിഴലിൽ കൊണ്ട് നാര കിടത്തും. രോഗികളെ സകലരെയും കൊണ്ട് കിടത്തും. പത്രോസ് നടന്നങ്ങോട്ട് പോയാൽ മതി. ഈ ആരാ പത്രോസ്? ആരാ? ഹല്ലേലൂയ. ഏതുമല്ലാത്തവനെ തെരഞ്ഞെടുത്തത് ദൈവം. അതാണ് ദൈവത്തിന്റെ ബലഹീനത. അതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എനിക്ക് അറിഞ്ഞൂടാ. ദൈവത്തിന്റെ പോഷത്വം എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന്റെ ബലഹീനത എത്ര പേർക്ക് മനസ്സിലായി? നമ്മളാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കൂ? പറ. ഇത്തിരി പറയാറിയാന്നുള്ള, ഇത്തിരി മിടുക്കായിട്ട് നിൽക്കാൻ ഞാൻ ഉൾപ്പെടെ പറയാം, നമ്മളിതേ തിരഞ്ഞെടുക്കൂ. പക്ഷെ ദൈവം തിരഞ്ഞെടുക്കുന്ന ആരെന്നറിയാമോ? ഒരു പൊട്ട അറിഞ്ഞൂടാത്ത, എന്തിനറിയാമോ? ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളിനെ തിരഞ്ഞെടുത്താൽ യേശു അങ്ങ് നിറഞ്ഞ യേശു പറയുന്നവരോ അതുപോലെ പറയും. അല്ലെങ്കിൽ അറിവിൽ നിന്നും, ജ്ഞാനത്തിൽ നിന്നും, ബുദ്ധിയിൽ നിന്നും, പഠിപ്പിൽ നിന്നും, സ്വന്തം ഇഷ്ടത്തിൽ നിന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങോട്ട് ചിലപ്പോൾ ഒക്കെ ചിലതൊക്കെ അങ്ങോട്ട് ഒന്ന് ഇളക്കി മറിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ കർത്താവിനെ അറിയാം. ഒന്നും അറിഞ്ഞൂടാത്ത ഏതുമല്ലാത്തതിനെ ഇന്ന് ഇതിനകത്ത് ചിലരെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. സുന്ദരൻ ഗോപുരത്തിന്റെ മുൻപിൽ ഇരുന്നവൻ ഇതാ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഉറ്റുനോക്കി, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു. നാസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. അതെ. സ്വർഗീയ തീ ചില മക്കളുടെ മേൽ വീഴുന്നു. സ്വർഗീയ അഭിഷേകം ചില മക്കളുടെ മേൽ വീഴുന്നു. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. ലോകത്തിന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ നീ ഏത് വല്ലത്തതായിരിക്കാം, കുഴപ്പമില്ല. എന്റെ ദൈവം നിന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്, നിന്നെയാണ് മെനയുന്നത്, നിന്നെയാണ് പണിയുന്നത്, നിന്റെ മേലാണ് അഭിഷേകത്തെ നീ പേടിക്കണ്ട. ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ, കുടുംബത്തിനകത്ത്
നാട്ടുകാരുടെ മുമ്പിൽ നീ അറിവില്ലാത്ത ആളായിരിക്കാം, പഠിപ്പില്ലാത്തായിരിക്കാം, ജ്ഞാനമില്ലാത്ത ആളായിരിക്കാം. പേടിക്കണ്ട, പേടിക്കണ്ട. ഓ, അഭിഷേകത്തിന്റെ കൃപ, ദൈവകൃപ, ദൈവശക്തി, ദൈവശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം. അതെ, കർത്താവിന്റെ ബലഹീനത കണ്ടോ? കർത്താവിന്റെ ബലഹീനത കണ്ടോ? ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പോഷത്വം കണ്ടോ സഹോദരങ്ങളെ? ദൈവത്തിന്റെ ബലഹീനത കണ്ടോ? ഈ പത്രോസ് ആരാരും നോക്ക്, അവനെ തൂക്കിയെടുത്ത എന്റെ ദൈവത്തിന്റെ ബലഹീന. അതെ, അതെ, അതെ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിലെഴുതിയിരിക്കുന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. അതിന്റെ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനെഴുതിയിരിക്കുന്നു, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് പോന്നു. 15-ാം വാക്യം, രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പുകൾ മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യമാവുകയും ചെയ്തു. എങ്ങനെയായി? ഇതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. കണ്ടോ? പോഷനെ, ഏതുമല്ലാത്തവന് പഠിപ്പില്ല, അറിവില്ല, ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിന്റെ ആത്മാ ഒരുത്തന്റെ മേൽ ഇറങ്ങിയപ്പോൾ, ഓ, കാത്തിരിക്കുന്നവന് ശക്തിയെ പുതുക്കും, 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 പുതുക്കും. ഓ, നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ അത് മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഏതുമല്ലാത്തവനെ അടുക്കല്ലേ കർത്താവ് അങ്ങ് നിറഞ്ഞു. കർത്താവ് അങ്ങ് നിറഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4-5-ാം അധ്യായത്തിനകത്ത്, ഓ, അനന്യാസ് കള്ളം കാണിച്ചപ്പോൾ, സഫീറ കള്ളം കാണിച്ചപ്പോൾ ആത്മാവ് ഇറങ്ങി നിന്ന് വ്യക്തമായി സംസാരിച്ചു. ഓ, അതെ, അതെ. ദൈവത്തിന്റെ ബലഹീനത കണ്ടോ? ദൈവത്തിന്റെ പോഷത കണ്ടോ? പഠിപ്പില്ലാത്തവനെ തിരഞ്ഞെടുത്തിട്ട് സകലതും അറിയാന്നുള്ള ദൈവം അവന്റെ അകത്ത് ഇറങ്ങിയപ്പോൾ, ആത്മാവിന്റെ ഒരു ശക്തി, ആത്മാവിന്റെ ഒരു പുതപ്പ്, ആത്മാവിന്റെ ഒരു അഭിഷേകം, ആത്മാവിന്റെ ഒരു ശക്തി ഇന്ന് ജനത്തിന്റെ മേൽ വീഴുകയാണ്. ഓ, നിന്റെ കഴിവ് കണ്ടല്ല, നിന്റെ മിടുക്ക് കണ്ടല്ല, നിന്റെ ജ്ഞാനം കണ്ടല്ല, നിന്റെ പഠിപ്പ് കണ്ടല്ല എന്റെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, ഏതുമല്ലാത്ത നിന്നെ. ഓ, ആമേൻ, ആമേൻ. എൻ്റെ ദൈവത്തിനറിയാം, എൻ്റെ ദൈവത്തിനറിയാം, എൻ്റെ ദൈവത്തിനറിയാം. ആരെ തിരഞ്ഞെടുത്താൽ എൻ്റെ ദൈവം പറയുന്നത് മാത്രം പറയും. എൻ്റെ ദൈവത്തിനറിയാം. അല്ലാത്ത ദൈവം തിരഞ്ഞെടുക്കത്തില്ല. അല്ലാത്തവർ ദൈവാത്മാവിലല്ലാതെ പറയാൻ നടക്കാനും പോകുന്നില്ല. പക്ഷെ ദൈവം ചിലരെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുത്ത മക്കളിലൂടെ അവർക്ക് പഠിപ്പോ മിടുക്കോ കഴിവോ കാണുകയില്ല. അവർ ആത്മാവിൽ സഞ്ചരിക്കും, ആത്മാവിൽ നിറയും, അഭിഷേകത്തിൽ നിറഞ്ഞ് മുന്നോട്ട് പോകും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ, മകളെ, നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇതിനകത്ത് കണ്ടിട്ടുണ്ട്, നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. ആമേ. 4-ാം അധ്യായത്തിനകത്ത്, ഓ സ്തോത്രം, 5-ാം അധ്യായത്തിനകത്ത് പത്രോസ് അപ്പോസ്തലന്റെ അകത്ത് കർത്താവ് നിറഞ്ഞിട്ട് കള്ളത്തനം വെളിപ്പെടുത്തുവാൻ അന്യാസിന്റെ അടുക്കൽ, സഫീർ അടുക്കൽ അവർ പോയ ചിന്തകളും അവരെന്തെല്ലാം ചെയ്തോ ആത്മാവ് സംസാരിച്ചു. ഹല്ലേലൂയ. പോഷത്വമായ തിരഞ്ഞെടുത്തു അല്ലേ? ഹല്ലേലൂയ. വീണ്ടും അങ്ങോട്ട് വചനം വായിച്ചു പോകുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതിനകത്ത് പത്രോസിന് ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇത് തകർക്കാൻ 10-ാം അധ്യായത്തിനകത്ത് എൻ്റെ ദൈവം തുപ്പട്ടി അങ്ങോട്ട് ഇറക്കി കൊടുത്തു. പോഷത്വമായവനെ കർത്താവ് ഇറങ്ങി നിന്ന് ഓരോ ഭാഗം വീതം പൊട്ടി എൻ്റെ അപ്പനിൽ നിറഞ്ഞ് 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 മുഴുവനും ക്രിസ്തുവിന് വാഴാൻ. മുഴുവൻ ഭാഗം, ഒരു ഭാഗം പോലും ഇല്ലാതെ, ഒരു ഭാഗം പോലും ഇല്ലാതെ ക്രിസ്തുവിന് വാഴുന്ന ഒരു പൈതലാക്കി മാറ്റാൻ എൻ്റെ ദൈവം, പത്രോസിന്റെ ദൈവം കണ്ടു. അതുപോലെ ഇതിനകത്തിരിക്കുന്ന പൈതലെ ലോകത്തിൽ കുലഹീനമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്ത തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? പത്രോസ്, നിന്റെ പഠിപ്പ് മീനി പിടിക്കാൻ മാത്രമാടാ. എന്നാൽ നീ ചത്തപ്പോൾ, നീ തകർന്നപ്പോൾ, നീ ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ നിന്റെ അകത്ത് നിറഞ്ഞടാ. ഓ, എൻ്റെ ജ്ഞാനം, എൻ്റെ ബലം, പ്രശംസ എനിക്ക്, പുകഴ്ച എനിക്ക്, ശക്തി ഇറങ്ങിയത് എൻ്റെ, വചനം പ്രസംഗിച്ചത് ഞാൻ, സൗഖ്യമാക്കിയത് ഞാൻ, പാപം വെളിപ്പെടുത്തിയത് ഞാൻ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അല്ല, നിന്റെ ഈ അറിവിൽ ഇത് പറ്റത്തില്ല. എന്നാൽ നീ എൻ്റെ കയ്യിൽ ആ നല്ല നിലത്തിൽ വീണപ്പോൾ, നല്ല നിലമായി നീ ഒരുക്കപ്പെട്ടപ്പോൾ അതിനകത്ത് ഞാൻ അങ്ങോട്ട് നിറഞ്ഞു. നീ അങ്ങോട്ട് ചാകാൻ വീണു കൊടുത്തു. ഞാൻ അങ്ങോട്ട് നിറഞ്ഞപ്പോൾ, പത്രോസേ, നീ തുപ്പൊട്ടി കണ്ടിട്ടും നീ സംശയിച്ചില്ലല്ലോടാ.
നീ ആ ജാതി സ്പിരിറ്റ്, ആ സ്പർദ്ധ പൊട്ടിച്ച് നീ വെളി വന്നല്ലോടാ. നീ എന്നിട്ടും കൊർന്നല്യസിന്റെ വീട്ടിൽ പോകാതിരുന്ന നീ പോയല്ലോടാ. എന്നെ അനുസരിച്ചല്ലോടാ. ആ നല്ല നിലത്ത് വീണിട്ട് അത് കിളുത്തല്ലോടാ. എൻ്റെ അപ്പൻ ഇതുവാ തിരഞ്ഞെടുത്തത്. അപ്പൻ്റെ ബലഹീനത എത്ര പേർക്ക് മനസ്സിലായി? അപ്പൻ്റെ ഭോഷത്തെ എത്ര പേർക്ക് മനസ്സിലായി? സർവശക്തനാകുന്ന ദൈവം ഏതുമല്ലാത്ത എന്നെ തിരഞ്ഞെടുത്തതിൽ പരം ഭോഷത്തെ എന്തുണ്ട്? അറിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത, പഠിപ്പില്ലാത്ത, കഴിവില്ലാത്ത എൻ്റെ ദൈവത്തിന് സൃഷ്ടിക്കരുതോ? അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കാം, എന്നാൽ സൃഷ്ടിച്ചില്ല. എന്നിട്ടും ഈ പോഷത്വമുള്ള എന്നെ ദൂരെടുത്തെറിയേണ്ട സ്ഥാനത്ത് എൻ്റെ ദൈവം തന്നെ കയ്യിലെടുത്ത് എൻ്റെ അശുദ്ധി പൊട്ടിച്ച് ചാരമാക്കിയിട്ട് എൻ്റെ അപ്പനെ തകർത്തിട്ട് എൻ്റെ അകത്തിറങ്ങി എന്നിലൂടെ ഇതാ, നിങ്ങളിലൂടെ ഇതാ, ഇന്ന് ഇതിനകത്ത് സഹോദര സഹോദരി നിന്നെ എൻ്റെ ദൈവം കാണുകയാണ്. നീ പക്ഷം തിരിയരുത്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് ലേഖനം പഠിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ അതിനകത്ത് പൊട്ടാത്ത ഒരു ദൈവ പൈതൽ പൊട്ടാതിരിക്കത്തില്ല. ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും പിന്നെ അഭിപ്രായം വരാൻ പാടുണ്ടോയെന്നും ആത്മാവിനെ അനുസരിക്കുന്നത് എങ്ങനെയെന്നും സ്വത്രം ചീർത്തിരിക്കുന്നത് എങ്ങനെയെന്നും ജാതികളുടെ ഇടയിൽ എങ്ങനെ നടക്കണമെന്നും സ്വത്രം പറയുന്നുണ്ട്. ഒരു കുടുംബജീവിതം എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഒരു വിവാഹം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. നമ്മൾ ആരാധിച്ച് അഭിഷേകം പ്രാപിച്ചിട്ടേ പോകാമോ? കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ ഞാൻ അടുത്ത എഴുമ്പിൽ വീണാൽ ഇതെല്ലാം കൊരിന്ത്യരിലുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ധ്യാനിക്കും. ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഏതുമല്ലാത്തതിനെ, ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമല്ലാത്തതിനെ തിരഞ്ഞെടുക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മളെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തത് നമ്മളെ മിടുക്ക് കണ്ടിട്ടില്ല, കഴിവ് കണ്ടിട്ടില്ല, അറിവ് കണ്ടിട്ടില്ല, ജ്ഞാനം കണ്ടിട്ടില്ല. പത്രോസ് ഏതുമല്ലാത്തവനെ ദൈവം അങ്ങ് തിരഞ്ഞെടുത്തു. ദൈവം അങ്ങോട്ട് കയറി, ദൈവം അങ്ങോട്ട് ഇരുന്നു. പിന്നെ പത്രോസിനല്ല കണ്ടത്, പോകുന്ന അങ്ങറ്റം വരെ നിഴലിലും യേശുവിൻ്റെ ശക്തി, സംസാരത്തിൽ യേശുവിൻ്റെ ശക്തി, നോട്ടത്തിൽ യേശുവിൻ്റെ ശക്തി, കൈ പിടിച്ചപ്പോൾ യേശുവിൻ്റെ ശക്തി. എൻ്റെ ദൈവം ആ പത്രോസിനോട് ക്ഷമിച്ചു, പത്രോസിനെ ആഴമായി സ്നേഹിച്ചു. പത്രോസിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ പുതപ്പ് പകർന്നു. അവസാനം വരെ കർത്താവിനോട് ഓടി രക്തസാക്ഷിയായി മരിക്കും വരെ കാരാഗ്രഹം പോലും പത്രോസിന് വിലങ്ങ് തടിയായില്ല. ഇന്ന് നമ്മൾ കേട്ട വചനത്തെ ഹൃദയത്തെ ധ്യാനിക്കാം. എൻ്റെ ദൈവം ഏതുമല്ലാത്തത്, നികൃഷ്ടമായത്, കുലഹീനമായത് തിരഞ്ഞെടുക്കും. നമ്മൾ പ്രശംസിക്കാതിരിക്കാം. കേട്ടോ, അതിൽ കിടക്കുന്ന കൊരിന്ത്യർ 1